ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 2022 നടന്ന UP സ്കൂൾ ടീച്ചർ, അതായത് 042/2022 എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് മുൻപായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോകണം. തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം സിലബസിൽ കൊടുത്ത പേര് തന്നെയാണ്, പഴശ്ശിരാജ അല്ലേ. അപ്പോൾ ചോദ്യം ഇതാണ്: പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പം ഇത് നമ്മൾ ശരിക്കും നോക്കണം. ശരിയായതോ തെറ്റായതോ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം മാർക്ക് ചെയ്യണം. ശരിയല്ലാത്തത് ഏതാണ്? ആദ്യത്തെ, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. അത് ശരിയാണ്. രണ്ടാമത്തത്, 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. അത് തെറ്റാണ്. മൂന്നാമത്തത്, കേരള സിംഹം എന്നറിയപ്പെടുന്നു. ശരിയാണ്. നാലാമത്തത്, പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെയും വസ്തുതകളെയും കുറിച്ച് അല്ലേ, ചേരുംപടി ചേർക്കാനാണ് കൂടുതലായിട്ട് പറയുന്നില്ല, ചേരുംപടി ചേർക്കാനാണ്. ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട്, വൈക്കം സത്യാഗ്രഹം, ചെമ്പഴന്തി ആശ്രമം, ചാന്നാർ ലഹള, ഇങ്ങനെ 4 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യുക. അതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നമുക്കറിയാം, മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ അത് നമ്പർ 1 ആണ് അല്ലേ. രണ്ടാമത്തത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആൻസർ ഏതാണ്? KP കേശവമേനോൻ, 2 ആണ്. മൂന്നാമത്തെ ആൻസർ ചെമ്പഴന്തി ആശ്രമം. മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് 9 ആണ്, ശ്രീനാരായണ ഗുരുവാണ് അല്ലേ, 3. നാലാമത്തത് ചാന്നാർ ലഹള. നാലാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 7 ആണ്, അയ്യങ്കാളി. ഇപ്പോൾ ഈ 4 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഏതാണ്? ഒന്നാമത്തെ എന്താണ് എഴുതിയിരിക്കുന്നത്? സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. അപ്പോൾ അതെന്താണ്? ശരിയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതും ശരിയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു എന്നത് തെറ്റാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. അതും ശരിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ സി ആണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ലേ ആർമിയിൽ പ്രവർത്തിച്ചു എന്ന മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുക. അടുത്തത്, ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കേളപ്പൻ നയിച്ചു. അത് ശരിയാണ് അല്ലേ. കേളപ്പൻ നയിച്ചു കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ. ശരിയാണ്. വർഷം 30. അത് ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. അത് തെറ്റാണ് അല്ലേ. 100ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പങ്കെടുത്തത്. അതും തെറ്റാണ്. അപ്പോൾ ഈ 2 എണ്ണം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 1, 2, 3 എന്നതാണ് ശരി. അപ്പം ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ് എന്നതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ജാലിയൻ വാലാബാഗ്, ചൗരി ചൗര, ഉപ്പു സത്യാഗ്രഹം, ബംഗാൾ ഗസറ്റ്, ക്വിറ്റ് ഇന്ത്യ സമരം, ഇങ്ങനെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് ഓർഡറായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡറായിട്ട് എഴുതുവാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 19 ആണ്, ചൗരി ചൗര 22 ആണ്, ഉപ്പു സത്യാഗ്രഹം 30 ആണ്, ബംഗാൾ ഗസറ്റ് 1780 ആണ്, ക്വിറ്റ് ഇന്ത്യ സമരം 1942 ആണ് അല്ലേ. അപ്പോൾ ആദ്യം നടന്നത് ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ് അല്ലേ. അപ്പം 4 ഇതാണ് ഓർഡർ. 4, 1, 2, 3, 5 ഇതാണ് ഓർഡർ. ഓക്കെ, അടുത്തത് കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽപ്പെടാത്തത് പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിന്ദു സമാജം, ബ്രഹ്മസമാജം. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഹിന്ദു സമാജമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. അടുത്തത് 7ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? അതും ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓറഞ്ച് വിപ്ലവമാണ്. ഓറഞ്ച് വിപ്ലവം. 8ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ അല്ലെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആരെയാണ്? 8ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ആരാണ്? വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ്. അടുത്ത 9ാമത്തെ ചോദ്യം, ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പം അതും സിലബസ് ഡയറക്റ്റായിട്ട് കൊടുത്ത ടോപ്പിക്ക് തന്നെയാണ് അല്ലേ. അപ്പം 9ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മുഴുവൻ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ്. അപ്പം നൈൽ നദീൻ്റെ തീരത്താണ്, ഗിസയിലെ പിരമിഡ് അല്ലേ പിന്നെ തെളിവായിട്ട് കാണുന്നുണ്ട്.
തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബദേറിയൻ സംസ്കാരമാണ്. അതേപോലെ പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു എന്ന കാര്യവും ശരിയാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്ന പേരെന്താണ്? ഹാരപ്പൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? സിന്ധു നദീതട സംസ്കാരം എന്നാണ് അല്ലേ. 11. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഏതാണ്? ആഭ്യന്തര മന്ത്രാലയം. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യമാണ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷകളായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക. അപ്പോൾ 12ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അപ്പം മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നുവെന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് പിസ കുട്ടിയുടെ അറിവ് പരിശോധിക്കുന്നത്. അപ്പം ഈ കാര്യം ഓർക്കുക. 2000-ൽ ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്. ഈ 3 എണ്ണമാണ് ശരി. ഓക്കെ, ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ നൽകുന്നത്. അപ്പം ഇതിൽ നമ്മൾ ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് ആൻസർ. 13ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇതാണ് ആൻസർ. 1, 2, 3 ശരിയാണ്. ഏതാണ്? ഇന്ത്യയിൽ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786-ൽ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതോടെയാണ്. അതേപോലെ 1934-ലെ റിസർവ് ബാങ്കിലെ ആക്ട് പ്രകാരം 35 റിസർവ് ബാങ്ക് സ്ഥാപിതമായി. അപ്പം 1934-ലെ റിസർവ് ബാങ്ക് ആക്ട് അത് പ്രകാരം എന്തുണ്ടായി? റിസർവ് ബാങ്ക് സ്ഥാപിതമായി. 3ാമത്തത് ഏതാണ്? വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949-ൽ ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കി അല്ലെങ്കിൽ നടപ്പിലാക്കി. ഈ 3 എണ്ണമാണ് ശരി. അടുത്ത 14ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണ്? 14ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഇത് ഹിമാലയൻ നദിയാണ് അല്ലേ. അടുത്ത് 15ാമത്തെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? 15ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. 42 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയപ്പോൾ 42 ആൻസർ. പിന്നെ അടുത്തത് സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായത് അല്ലെങ്കിൽ എന്താണ്? ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ പ്രസ്താവനകൾ കണ്ടെടുത്ത്. ഏതാണ്? പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാക്കുന്നത്. അപ്പോൾ 16ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന ഇവിടെ എന്താണ്? ശരിയാണ്. 2ാമത്തെ പ്രസ്താവന നമ്മൾ തെറ്റ്, 3 തെറ്റ്. 4ാമത്തേതാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുക. അടുത്തത് സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നതാണ്. 17ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഏതാണ്? സ്റ്റെല്ലേറിയമാണ്. സ്റ്റെല്ലേറിയം. അതേപോലെ 18. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനമാണ്. അടുത്തത് ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി ജപ്പാൻ അടുത്ത കാലത്ത് രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? 19ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഫുഗാക്കു ആണ്. ഫുഗാക്കു. അടുത്തത് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? ചാർജിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി ആണ്. കൂളോ. അപ്പോൾ 20ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൽ സ്ഥാനാന്തര സമയ ഗ്രാഫ് താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം ഏതാണ്? 22ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? വോസ്റ്റോക്ക് 1. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം? ഓപ്ഷൻ 23ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണെന്നതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുക. 24ാമത്തെ ചോദ്യം.
ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? അപ്പോൾ 24ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? അതിൻ്റെ വേഗത, തരംഗദൈർഘ്യം, ഇതിനെന്ത് ചെയ്യും? മാറ്റം സംഭവിക്കും. ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ്. അത് ഏതാണ്? ഓപ്ഷൻ ശരിയാണ് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. 2, ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതും ശരിയാണ്. 3ാമത്തത്, സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കുറയുന്നു. അത് എന്താണ്? തെറ്റാണ്. അപ്പം ഇവിടെ തെറ്റായത് ഏതാണ്? 3 തെറ്റാണ്, 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് 25ൻ്റെ. 26ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപബലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? അപ്പോൾ 26ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് അല്ലേ? അപ്പോൾ 1, 2 ഇലക്ട്രിക് ഹീറ്റർ നമുക്ക് താപഫലമാണ്. മൈക്രോവേവ് ഓവനും എന്താണ്? താപഫലമാണ്. ഓക്കെ. ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരാണ്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പ്രളയാണ്. അതേപോലെ ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിയോ ഒബ്സർവേറ്ററിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? അതിൻ്റെ 28ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ കൊളോയിഡിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല, പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്, പ്രകാശകണികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഇതാണ് 3 ഓപ്ഷൻ. ഇവിടെ ആൻസർ ഏതാണ്? 1ഉം 2ഉമാണ് ശരിയെന്ന് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല, പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കണം. പിരീഡിൽ നിന്നും ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഓൾ ഓഫ് ദ എബോവ് 1, 2, 3 ഈ 3 പ്രസ്താവനയും ശരിയാണ്. അപ്പം ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ വലിപ്പം എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നു. അത് ശരിയാണ്. അതേപോലെ പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയസിൽ ചാർജ് കൂടുന്നു. അത് ശരിയാണ്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അത് ശരിയാണ്. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയണീകരണ ഊർജ്ജം കുറയുന്നു എന്ന കാര്യവും ശരിയാണ്. അപ്പോൾ ഇത് 3 എന്താണ്? ശരിയാണ്. അപ്പോൾ 31ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 32ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? ഇവിടെ ഉരുക്കി വേർതിരിക്കലുണ്ട്, കാൽസിനേഷനുണ്ട്, ലീച്ചിങ് ഉണ്ട്, റോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഒൺലി 2 and 4. അപ്പോൾ 2ാമത്തതും 4ാമത്തതും കാൽസിനേഷൻ അതേപോലെ റോസ്റ്റിംഗ്, ഇത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? 2, 3, 4 ഏതൊക്കെയാ? ഫുള്ളിറ്റീൻ, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ, ഇതാണ് കാർബണിൻ്റെ രൂപാന്തരങ്ങൾ. 37, UN ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ അങ്ങനെ ആചരിച്ച വർഷം ഏതാണ്? 2019 ആണ്. 2019. 37ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി എടുത്ത് എഴുതുക. അപ്പോൾ 38ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഏതാണ്? MJ ഷ്യൂഡൻ, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ജോഡി. അടുത്ത ചോദ്യം, പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട്, അതിൻ്റെ കറക്റ്റ് ഓർഡർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ആഹാര സ്വീകരണം, ദഹനം, ആഗീകരണം, സ്വാംശീകരണം, വിസർജനം, ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ.
കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ, 2 തരം വിറ്റാമിൻ്റെ ജലത്തിലും കൊഴുപ്പിലും അല്ലേ. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനെ കണ്ടെത്താനാണ്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ADEK ആണ്. ADEK ആണ് ആൻസർ. അടുത്ത് സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. അപ്പം 41ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നതാണ് ബന്ധമല്ലാത്തത്. ബാക്കിയെല്ലാം എന്താണ്? കറക്റ്റാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നു, ബുദ്ധി, ചിന്ത, ഭാവന, ഓർമ്മേനെയൊക്കെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം എന്ന് പറയുന്ന 42ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഏതാണ്? സിക്കിൾ സെൽ അനീമിയാണ്. ബാക്കിയെല്ലാം നമുക്ക് വാക്സിനിലൂടെ എന്ത് ചെയ്യാം? രോഗപ്രതിരോധം ആർജിക്കാം. 43, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജൻ്റെ ഉറവിടം ഏതാണ്? 43ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതാണ്? ജലത്തിൻ്റെ വിഘടനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ പുറപ്പെടുന്നു അല്ലേ, നമുക്ക് ലഭിക്കുന്നത്. അടുത്തത്, ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 44ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡേവിഡ് ജൂലിയസ് ആണ്. ഡേവിഡ് ജൂലിയസ്. 45, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയുടെ പേരാണ്. 45ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്താണ്? ജൈവ വൈവിധ്യ ഉദ്യാനം. ജൈവ വൈവിധ്യ ഉദ്യാനം.